ധ്യാനിക്കുവാനും ദൈവം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ച് ഓർക്കുവാൻ നന്ദി പറയുവാൻ ദൈവം നമുക്ക് കൃപയാൽ അവിടുന്ന് സാധിപ്പിച്ചു. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതിനുശേഷം അല്പസമയം ദൈവവചന ചിന്തയോട് ബന്ധപ്പെട്ട് നമുക്ക് ചുരുക്കം ചിലരാണെങ്കിലും ദൈവസന്നിധിയിലായിരിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് കൃപ തന്നല്ലോ. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നത് പോലെ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ആയിരുന്ന സമയത്ത് പലരും അവനെ കൊടുക്കുവാനായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ട് നമ്മൾ വായിക്കാറുണ്ട്. ആ നിലയിൽ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുന്നുണ്ട് ന്യായശാസ്ത്രിയായ ഒരു മനുഷ്യനുമായി കർത്താവായ യേശു സംസാരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അവിടെ കർത്താവ് തന്നോട് പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അപ്പോൾ ആ ന്യായശാസ്ത്രി കർത്താവിനോട് ചോദിക്കുന്നു, എൻ്റെ കൂട്ടുകാരൻ ആര് എന്ന് ചോദിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതിനുത്തരമായിട്ട് കർത്താവ് ഒരു ഉപമയാണ് പറഞ്ഞത്. അത് നമ്മൾ വായിക്കുന്നു 10-ാം അധ്യായം ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളിൽ നല്ല ശമരിയക്കാരൻ്റെ ഉപമ അവിടെ പറയുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പശ്ചാത്തലമാണത്. യെരുശലേമിൽ നിന്നും യെരിഹോവിലേക്ക് പോകുന്ന മനുഷ്യൻ കള്ളന്മാരാൽ പിടിപെട്ട് അർദ്ധപ്രാണനായി വഴിയരികെ കിടക്കുന്ന ഒരു അവസ്ഥ. എന്നാൽ അവിടെ ലേവിനും പുരോഹിതനും അവനെ കണ്ടിട്ട് വഴിമാറി കടന്നു പോകുന്ന ഒരു അവസരം അവിടെയുണ്ട്. എന്നാൽ ഒരു ശബരിക്കാരൻ ആ മനുഷ്യനെ കണ്ടിട്ട് തൻ്റെ വാഹനത്തിൽ കയറ്റി അടുത്തുള്ള സത്രത്തിലേക്ക് കൊണ്ടുപോയി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് വായിക്കുന്നു. അവസാനമായിട്ട് അവന് വേണ്ട ശുശ്രൂഷകൾ ചെയ്തിട്ട് 2 വെള്ളിക്കാശ് കൊടുത്തിട്ട് അവിടെയുള്ള വഴിയമ്പലക്കാരനോട് ഉടമസ്ഥനോട് പറയുന്നു, ഇനിയും വല്ലതും ചെലവിട്ടാൽ മടങ്ങി വരുമ്പോൾ ഞാൻ തന്നുകൊള്ളാം. കർത്താവ് ന്യായശാസ്ത്രിയോട് ചോദിക്കുന്നു, ഇവരിൽ 3 പേരിൽ ആരാണ് നിന്റെ അഭിപ്രായത്തിൽ കൂട്ടുകാരനായിട്ട് തോന്നുന്നത്? മനുഷ്യൻ ന്യായശാസ്ത്രി പറഞ്ഞു, ഈ ശമരിയക്കാരനായ മനുഷ്യനാണ് യഥാർത്ഥമായിട്ടുള്ള കൂട്ടുകാരനായിട്ട് അവൻ ചിത്രിക്കുന്നത്. നീ പറഞ്ഞത് ശരി, പോക, നീയും അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. അതാണ് ഇന്നത്തെ കാലം അല്പമായിട്ട് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്. ഇന്നത്തെ മെസ്സേജിന് ഒരു തലക്കെട്ട് കൊടുക്കുകയാണെങ്കിൽ, ഡസ് എനിബഡി റിയലി കെയർ? ആരെങ്കിലും ഇന്നത്തെ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ തങ്ങളുടെ ജീവിതത്തിൽ തൻ്റെ സഹ മനുഷ്യരോടുള്ള ബന്ധത്തിൽ അവരോട് യഥാർത്ഥമായിട്ട് കരുണ കാണിക്കുവാനും അഥവാ അവരെ ശ്രദ്ധിക്കുവാനും സൂക്ഷിക്കുവാനും ആരെങ്കിലും ഇന്ന് തയ്യാറാണോ എന്നുള്ളതാണ് ചിന്ത. സ്കോളേഴ്സിന്റെ അഭിപ്രായ പ്രകാരം ഒരു മനുഷ്യൻ തൻ്റെ മനുഷ്യരോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപം എന്നുള്ളത് അവരെ വെറുക്കുക എന്നുള്ളതല്ല, മറിച്ച് അവരെ അവഗണിക്കുക എന്നുള്ളതാണ് എന്ന് കാണുവാനായിട്ട് കഴിയും. എന്നാൽ പഴയ നിയമ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം അഥവാ തൻ്റെ സ്ഥാനമാനങ്ങളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി, തൻ്റെ സ്വന്തം ജനത്തിന് വേണ്ടി അർപ്പിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതാണ് നെഹമ്യാവിൻ്റെ പുസ്തകം അഥവാ നെഹമ്യാവിൻ്റെ ആ അധ്യായങ്ങളെല്ലാം നമുക്കതാണ് വായിക്കുവാനായിട്ട് കഴിയുന്നത്. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു പുസ്തകമാണല്ലോ നെഹമ്യാവ് എന്നുള്ളത്. When we meditate the chapter Nehemiah, we can see important factors that Nehemiah was a person who cared. He cared to ask and he cared enough to weep
he cared enough to pray and he cared enough to volunteer. നെഹമ്യാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവൻ മറ്റുള്ളവരെ കുറിച്ച് ഹൃദയഭാരം ഉള്ള ഒരു മനുഷ്യനായിരുന്നു. ദൈവമക്കളോടും ദൈവവേലയോടും വളരെ ആത്മഭാരത്തോടുകൂടെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, അവരെ ഓർക്കുവാൻ താൻ ശ്രദ്ധിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് തൻ്റെ സഹ മനുഷ്യരോടെ കുറിച്ച് അന്വേഷിക്കുവാൻ തനിക്കിടയായി തീർന്നു എന്ന ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ തൻ്റെ സ്വന്തം ജനത്തിനു വേണ്ടി ദൈവമുമ്പാകെ കരഞ്ഞ് വിലപിക്കുന്ന ഒരു നെഹമ്യാവിനെ കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ സ്വന്തം ജനത്തിൻ്റെ പാപത്തിനു വേണ്ടി, പരിഹാരത്തിനു വേണ്ടി ദൈവത്തോട് അഭയയാചന കഴിക്കുന്ന ഒരു നെഹമ്യാവിനെ കാണുവാനായിട്ട് കഴിയും. അവസാനമായിട്ട് നമ്മൾ കാണുന്നത് 2-3 തുടർന്നുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്ന, അതിനുവേണ്ടി മുന്നമേ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു നെഹമ്യാവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ നിലയിലുള്ള ചില ചിന്തകൾ ഇന്ന് പൽക്കാലം നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാം എന്നുള്ളതാണ് ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകിയ ആലോചന എന്നുള്ളത്. നമുക്കറിയാം, നെഹമ്യാവ് എന്ന മനുഷ്യൻ ഇപ്പോഴായിരിക്കുന്ന സ്ഥിതിവിശേഷം എന്നുള്ളത് പേർഷ്യൻ രാജാവായ അർത്ഥസ്രഷ്ടാവിൻ്റെ രാജധാനിയിൽ വളരെ വിശ്വസ്തനായ ഒരു മനുഷ്യനാണ്. അത് മാത്രമല്ല, തൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പൊസിഷൻ എന്നുള്ളത് താൻ ആ രാജധാനിയിൽ പാനപാത്ര വാഹകനായിരുന്നു എന്നുള്ളതാണ്. നെഹമ്യാവ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദൈവം ആശ്വസിപ്പിക്കുന്നു എന്നുള്ളതാണ് എന്ന് കാണുവാനായിട്ട് കഴിയും. ഈ പാനപാത്ര വാഹകൻ എന്നുള്ള ഔദ്യോഗികമായ തൻ്റെ പൊസിഷൻ നമുക്കറിയാം, ഏറ്റവും ഉത്തരവാദിത്വത്തോടുകൂടെ, ഏറ്റവും വിശ്വസ്തയോടുകൂടെ ചെയ്യേണ്ട ഒരു ജോലിയാണ്. അതുകൊണ്ട് തൻ്റെ രാജാവായ അർത്ഥസ്രഷ്ടാവിന് ഏറ്റവും സമ്മതനും ഏറ്റവും വിശ്വസ്തനുമായിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് കാണുവാനായിട്ട് കഴിയും. കാരണം രാജാവിൻ്റെ ഓരോ നേരമുള്ള ഭക്ഷണത്തിന് മുമ്പാകെ താൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ സാമ്പിൾ, അതിൻ്റെ ടേസ്റ്റ് ഒക്കെ നോക്കുന്ന ഒരു ഉദ്യോഗമാണ്, അഥവാ ഒരു പദവിയാണ്, ഒരു ജോലിയാണ് തനിക്കുണ്ടായിരുന്നത്. ആ ഭക്ഷണത്തിൽ യാതൊരു വിധമായ മാലിന്യങ്ങളും വിഷവും ചേർത്തിട്ടില്ല. തൻ്റെ ജീവന് അപഹാരം വരുവാനായിട്ട് യാതൊരു നിലയിലും സാധ്യമല്ല എന്ന താൻ ഉറപ്പുവരുത്തുന്ന ഒരു ജോലിയാണ് പാനപാത്രവാഹകനായ ഈ നെഹമ്യാവിന് ഉണ്ടായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ തൻ്റെ ഔദ്യോഗികമായ പൊസിഷൻ താൻ വഹിക്കുന്നതോടൊപ്പം തന്നെ തൻ്റെ ജനമായ ബാബിലോണിയ പ്രവാസത്തിൽ നിന്നും തെറ്റിയൊഴിഞ്ഞു പോയ തൻ്റെ സ്വന്തം ജനമായ യഹൂദന്മാരെ കുറിച്ച് വളരെയധികം കൺസേൺ ഉള്ളവനായിട്ടായിരുന്നു നെഹമ്യാവ് ആ പൊസിഷൻ അലങ്കരിച്ചിരുന്ന പൊസിഷന്റെ മധ്യത്തിലുമായിരുന്നത് എന്ന് ആദ്യത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു: എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ യഹൂദന്മാരെ കുറിച്ചും യെരുശലേമിനെ കുറിച്ചും ചോദിച്ചു. അതിനവർ എന്നോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ആയിരിക്കുന്നു. യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുറ്റും കിടക്കുന്നു എന്ന് പറഞ്ഞു. നമുക്കറിയാം അതിൻ്റെ പശ്ചാത്തലമൊക്കെ. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും വഴിമാറി തെറ്റുകൾ ചെയ്ത് ദൈവത്തോട് പാപം ചെയ്ത് തങ്ങളുടെ ശത്രുക്കളായ ബാബിലോണിയ അടിമത്തത്തിൽ കഴിഞ്ഞ് അവർ തന്റെ ശത്രുക്കളായ ഈ ബാബിലോണിയർ യെരുശലേമിന്റെ ആ ദൈവാലയത്തിന്റെ മതിലുകളും അതിന്റെ വാതിലുകളും എല്ലാം ഇടിച്ചു കളഞ്ഞ് അതിനെ ചുട്ടുകളഞ്ഞു എന്ന് കാണുവാനായിട്ട് കഴിയും. ആ യഹൂദ ആ ബാബിലോണിയ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ഒരു ശേഷിപ്പിനെ ഓർത്ത് ഈ നെഹമ്യാവ് തൻ്റെ സുഖ സൗകര്യങ്ങളോടുകൂടെ
തൻ്റെ രാജാവിനെ സേവിക്കുന്ന സമയത്തും ആ യഹൂദ ജനത്തിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ തൻ്റെ ഹൃദയം എന്തെന്നില്ലാത്ത വിഷമത്താൽ ഭാരപ്പെട്ടു എന്ന് കാണുവാനായിട്ട് കഴിയും. അവിടെ നമ്മൾ വായിക്കുന്നത്, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്നു കരഞ്ഞു എന്നുള്ളതാണ്. സോ ആദ്യത്തെ പോയിന്റായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്, നെഹമ്യ വാസ് എ പേഴ്സൺ who cared or he cared to ask about his people, what was the condition of my people എന്നുള്ളതാണ്. നമ്മുടെ ഇടയിലും പ്രിയമുള്ളവരെ, അനേക ദൈവജനം നമ്മളെപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ തന്നെ മറ്റ് ആളുകൾ മുഖേനയും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നെഹമ്യാവിൻ്റെ കാലത്തുണ്ടായിരുന്ന ആ കാലം പോലെ അതിനേക്കാൾ അതിക്രമിച്ച ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. ഇവിടെ യഹൂദ ജനം അഥവാ ഇസ്രായേൽ മക്കൾ പാപത്തിന്റെ കാഠിന്യമായിട്ട് ദൈവശിക്ഷയുടെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടാണ് തങ്ങളായിരിക്കുന്നതെങ്കിൽ, ഇന്ന് എൻ്റെയും നിങ്ങളുടെയും സമശിഷ്ടങ്ങളായ അനേക ദൈവമക്കൾ ഇതുപോലുള്ള പ്രയാസകരമായ സാഹചര്യത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്നുണ്ട്. ഈ കാര്യം ഓർത്തപ്പോൾ നെഹമ്യ വാസ് എ പേഴ്സൺ ഹു കെയർഡ് അബൌട്ട് ഹിസ് പീപ്പിൾ. അപ്പം എനിക്കും നിങ്ങൾക്കും ദൈവം ഒരു വലിയ ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. നല്ല വിധമായിട്ട് ലോലുപതയോടുകൂടെ ഈ രാജ്യത്ത് ഞാനും നിങ്ങളും എയർ കണ്ടീഷൻ വെച്ച വീടുകളിൽ താമസിക്കുന്നു, ഓഫീസുകളിൽ ജോലി ചെയ്യുന്നു, കാറുകളിൽ സഞ്ചരിക്കുന്നു. എന്നാൽ കൊടും വെയിലും കൊടും തണുപ്പും കൊണ്ടുകൊണ്ട് ശത്രുക്കളുടെ ആക്രമണപ്രകാരം സ്വാതന്ത്ര്യത്തോടുകൂടെ ദൈവത്തിൻ്റെ വേല ചെയ്യുവാനോ ദൈവത്തെ ആരാധിക്കുവാനോ കഴിയാത്ത നമ്മുടെ സമശിഷ്ടങ്ങളായിട്ടുള്ള പ്രിയപ്പെട്ടവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, പ്രത്യേകിച്ചും ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളുണ്ട്. അവരെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുവാൻ, അവരെ വിളിക്കുവാൻ, അവർക്ക് വേണ്ടുന്ന ഒത്താശകൾ ചെയ്യുവാൻ നെഹമ്യാവിനെ പോലെയുള്ള ഒരു ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കും ഉണ്ട് എന്നുള്ളത് കാണുവാനായിട്ട് കഴിയും. പഴയ നിയമങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അനേക സഹോദരി സഹോദരന്മാർ, ദൈവത്തിൻ്റെ ദാസിമാരൊക്കെ ഈ രീതിയിലുള്ള അവസ്ഥയിലായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. എസ്തേറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ താൻ ഒരു രാജ്ഞിയായിട്ട് തന്നെ അവരോധിക്കുകയുണ്ടായി. എന്നാൽ ആ സാഹചര്യത്തിൽ തൻ്റെ ജനത്തിൻ്റെ ഉദ്ധാരണത്തിനായിട്ട് രാജാവിനോട് കേണപേക്ഷിക്കുന്ന ഒരു എസ്തേറിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ യോസേഫ് ഈജിപ്തിൽ ക്ഷാമം പെരുകിയപ്പോൾ താൻ ആയിരുന്ന സമയങ്ങളിൽ തൻ്റെ സഹോദരങ്ങൾക്കും തൻ്റെ ദേശത്തിനും താൻ ഒരു സഹായമായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. അതുപോലെ ബാബിലോണിൽ ദാനിയേല് താൻ എത്രമാത്രം ദൈവത്തിന് വേണ്ടി തൻ്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ കരുതുവാനും ഇടയായി തീർന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ അവസാനമായി നമുക്ക് ചിന്തിക്കുമ്പോൾ നെഹമ്യാവ് തൻ്റെ രാജാവിൻ്റെ രാജസന്നിധിയിൽ ദൈവം തന്നെ നിർത്തിയിരിക്കുന്നത് പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനായിരുന്നു എന്ന് കാണുവാനായിട്ട് നെഹമ്യാവിന് ഇടയായി തീർന്നു. ഈ 100 മൈൽ കണക്കിന് അകലെയുള്ള ദൂരവെയുള്ള ഈ പ്രവാസത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയ ഒരു ശേഷിപ്പിനെ കുറിച്ച് അന്വേഷിക്കുന്ന ഒരു നെഹമ്യാവ് യെരൂശലേമിന്റെ അവസ്ഥയിൽ തന്നെ ആത്മഭാരമുള്ളവനായിട്ട് തീർന്നു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് ഇന്നും ദൈവം പലരെയും പല സ്ഥാനങ്ങളിലാക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കാര്യപരിപാടിയിലാണ്. അതുകൊണ്ട് എന്നെയും നിങ്ങളെയും ഈ ദേശത്ത് കൊണ്ടുവന്ന് അർഹിക്കാത്ത നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ നൽകി തന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അതിൻ്റെ പരിസമാപ്തിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ സാമ്പത്തികമായ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രമല്ല, കഷ്ടതയിൽ അനുഭവിക്കുന്ന അനേക കോടി ജനങ്ങൾ, പ്രത്യേക ദൈവ മക്കൾ, ദൈവവേലയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് അന്വേഷിക്കുവാനും അവർക്ക് വേണ്ടി കരുണ കാണിക്കുവാനുമാണ് എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. രണ്ടാമത്തെ പോയിന്റായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, നെഹമ്യ വാസ് എ പേഴ്സൺ who cared enough to weep and pray. 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്നു കരഞ്ഞു, കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞെന്തെന്നാൽ, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന
മഹാനും ഭയങ്കരനുമായ ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ. ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്വമായി പ്രവർത്തിച്ചിരിക്കുന്നു. 9-ാമത്തെ വാക്യം, എന്നാൽ നിങ്ങൾ എന്നിലേക്ക് തിരിഞ്ഞ് എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ പുരുഷന്മാർ ആകാശത്തിൻ്റെ അതിവരെ എത്തിയാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ചെൻ്റെ നാമം സ്ഥാപിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരുമെന്നും നിന്റെ ദാസനായ മോശയോട് നീ അരുളി ചെയ്ത വചനം ഓർക്കണമേ. അവർ നിന്റെ മഹാശക്തി കൊണ്ടും ബലമുള്ള കൈ കൊണ്ടും നീ വീണ്ടെടുത്ത നിന്റെ ദാസന്മാരും നിന്റെ ജനവുമല്ലോ. തൻ്റെ ജനമായ യഹൂദയുടെ അവസ്ഥയെക്കുറിച്ച് ഈ പാനപാത്രവാഹകനായ നെഹമ്യാവ് കേട്ടപ്പോൾ തൻ്റെ ഹൃദയം ഏറെ തകർന്നു എന്ന് പറയുവാനായിട്ട് കഴിയും. അവൻ ഒരു കാര്യം മാത്രമേ ചിന്തിച്ചുള്ളൂ, ദൈവസന്നിധിയിൽ തൻ്റെ ഹൃദയം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. സാധാരണ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ആയിരിക്കത്തില്ല നെഹമ്യാവ് ദൈവമുമ്പാകെ കഴിച്ചത്. അത്രമാത്രം അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം ദൈവവുമായിട്ട് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദാനിയേലിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യെരൂശലേമിന് നേരെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച അനേക ദിവസങ്ങൾ രട്ടിലും വെണ്ണീറിലും ഉപവാസത്തിലും ഇരുന്ന ദൈവത്തോട് അപേക്ഷ കഴിക്കുന്ന ഒരു ദാനിയേലിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നെഹമ്യാവ് തൻ്റെ സ്വന്തം ജനമായ യഹൂദയുടെ അവസ്ഥയെക്കുറിച്ച് കേട്ടപ്പോൾ അവരെക്കുറിച്ച് കേൾക്കുക മാത്രമല്ല, അവരുടെ അവസ്ഥ മാത്രമല്ല, ദൈവത്തിൻ്റെ ആലയമായ യെരൂശലേം ദൈവാലയത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് കേട്ടപ്പോൾ തൻ്റെ ഹൃദയം എന്തെന്നില്ലാത്ത ഭാരത്താൽ അവിടുന്ന് വിഷമിക്കുകയും ദൈവത്തോട് കരഞ്ഞ് അപേക്ഷിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇസ്രായേൽ മക്കൾ ചെയ്ത പാപം തൻ്റെ സ്വന്തം പാപമായിട്ട് ദൈവമുമ്പാകെ ഏറ്റുപറയുന്ന ഒരു നെഹമ്യാവിനെ കാണുവാനായിട്ട് കഴിയും. പ്രിയ ദൈവമക്കളെ, അനേക ദൈവമക്കൾ കഷ്ടതയിലും വേദനയിലും പ്രയാസങ്ങളിലൂടെയും കടന്നുപോയി ദൈവാലയത്തിന് നേരെയും ദൈവമക്കൾക്ക് നേരെയും അതിക്രമങ്ങൾ അഴിച്ചുവിടുമ്പോൾ അത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഭാരമായി, ഒരു ആവശ്യമായി, അവരനുഭവിക്കുന്ന വേദന എൻ്റെ വേദനയായി ദൈവമുമ്പാകെ സമർപ്പിക്കുവാൻ എത്ര പേർക്ക് നമുക്ക് കഴിയാറുണ്ട്? അതാണ് ഈ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത്. നമ്മൾ കാഷ്വലായിട്ടുണ്ട് പ്രേയേഴ്സ് നമ്മളെപ്പോൾ ഡെയിലി നമ്മൾ ചെയ്യുന്ന, ഒരാളെ കുറിച്ച് ഓർക്കുമ്പോൾ, ഒരാളെ കുറിച്ച് അറിയുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ എത്രമാത്രം ദൈവമുമ്പാകെ ആ ആവശ്യത്തിന് വേണ്ടി ആ മനുഷ്യൻ, ആ സഹോദരൻ, സഹോദരി, കുഞ്ഞ് അനുഭവിക്കുന്ന വേദനയും പ്രയാസങ്ങളും അത് ഞാൻ അനുഭവിക്കുന്ന ഒരു വേദനയായിട്ട് ദൈവമുമ്പാകെ അവതരിപ്പിക്കുവാൻ, ദൈവത്തോട് കേടപേക്ഷിക്കുവാൻ, ദൈവമുമ്പാകെ വിലപിക്കുവാൻ, പ്രാർത്ഥിക്കുകയല്ല, വിലപിക്കുവാൻ, ദൈവമുമ്പാകെ വിലപിക്കുവാൻ, കണ്ണുനീരൊഴുക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കാറുണ്ടോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയട്ടെ. അത് മാത്രമല്ല, അവരുടെ പാപങ്ങളെ യഥാർത്ഥമായി ദൈവമുമ്പാകെ ഏറ്റുപറയുമ്പോൾ മനസ്സലിവ് തോന്നുന്ന ഒരു പിതാവാണ് നെഹമ്യാവിൻ്റെ ദൈവം എന്ന് നെഹമ്യാവിന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ എൻ്റെ ശേഷിപ്പ്, എൻ്റെ രക്തത്തിൽ നിന്ന് രക്തവും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമായ എൻ്റെ ഭടന്മാർ, മനുഷ്യർ ചെയ്ത പാപം എത്രയോ വലിയതാണ് എന്ന് ദൈവമുമ്പാകെ പറയുവാൻ നെഹമ്യാവിന് ഇടയായിത്തീർന്നു. ഇന്ന് പലക്കാലവും നമ്മളും ഈ നിലയിലുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ മറ്റു പല കാര്യങ്ങളൊക്കെ ചിന്തിക്കാറുണ്ട്, പറയാറുണ്ട്. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവർ തന്നെ ഇതുപോലുള്ള സ്ഥിതിവിശേഷത്തിലൊക്കെ കടന്നു പോകുമ്പോൾ അവരുടെ പാപങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അവർ ചെയ്ത പാപത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പരസ്യമാക്കുവാനും അവരെ കുറ്റപ്പെടുത്തുവാനും അവരെ വിമർശിക്കുവാനും ഇടയായിത്തീർന്നു. ഈ നെഹമ്യാവിനും അങ്ങനെ ചെയ്യുവാനായിട്ട് പറ്റുമായിരുന്നു. കാരണം താൻ ആയിരുന്ന ഒരു ഔദ്യോഗിക പൊസിഷൻ എന്നുള്ളത് വളരെ സുഖലോലുപതയിലായിരുന്നു.
തന്നെ മറ്റുള്ളവരെ കുറിച്ച് മൈൻഡ് ചെയ്യേണ്ട യാതൊരു കാര്യവും നെഹമ്യാവിന് ഉണ്ടായിരുന്നില്ല. എന്നാൽ തൻ്റെ ഹൃദയത്തിലൂടെ കടന്നുപോയ ആ വിചാരം എന്നുള്ളത് മറ്റുള്ളവർ ചെയ്ത, തൻ്റെ ജനം ചെയ്ത പാപം തൻ്റെ പാപമായിട്ട് ദൈവത്തോട് ഏറ്റുപറയുക. അങ്ങനെ ഒരു ഹൃദയം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ടോ? ഉണ്ടാകണമെന്നുള്ളതാണ് ദൈവവചനം നെഹമ്യാവിൻ്റെ ജീവിതം പഠിപ്പിക്കുന്നത്. ഇന്ന് മറ്റു പലതിനു വേണ്ടി നമ്മുടെ ഹൃദയം, നമ്മുടെ വ്യഗ്രതയും, നമ്മുടെ ചിന്തകളും വികാരങ്ങളും വിചാരങ്ങളും പലതരത്തിൽ നമ്മൾ അഗ്രസീവായിട്ട് ചിന്തിക്കാറുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള ഒരു ഹൃദയം ഉണ്ടാകുവാനാണ് വരുവനായ ദൈവം എന്നെയും നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ചിന്തിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലൂടെ കടന്നുപോയ കാര്യം അതാണ്. ഇങ്ങനെ ഒരു ചിന്ത ദൈവജനത്തെക്കുറിച്ച്, ദൈവമക്കളെക്കുറിച്ച്, അഥവാ എൻ്റെ സഹോദരൻ ഒരു പാപം ചെയ്യുമ്പോൾ അയ്യോ അത് എൻ്റെ കുറവുകൾ കൊണ്ടാണോ അദ്ദേഹത്തിന് ആ അനുഭവം ഉണ്ടായത്, അദ്ദേഹത്തിൻ്റെ പാപത്തിന് വേണ്ടി ഞാൻ ദൈവമേ നിന്നോട് അപേക്ഷിക്കുന്നു, അവൻ്റെ ഹൃദയത്തിന് ആശ്വാസം കൊടുക്കണം, അവൻ്റെ മടങ്ങിവരവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, നിന്നോട് കേണപേക്ഷിക്കുന്നു എന്ന് പറയുവാൻ എത്ര പേർക്ക് നമുക്ക് സാധിക്കാറുണ്ട് പ്രിയമുള്ളവരെ. അങ്ങനെയുള്ളൊരു ഹൃദയം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് ഈ സമൂഹം അനുഗ്രഹിക്കപ്പെടുന്നത്, സഭ അനുഗ്രഹിക്കപ്പെടുന്നത്, വ്യക്തി ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്, കുടുംബ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്, ആത്മീയമായിട്ടുള്ള ഉണർവ് ഉണ്ടാകുന്നത്, അനുഗ്രഹം ഉണ്ടാകുന്നത്. അത് നമുക്ക് ഈ ജീവിതത്തിൽ തന്നെ, നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നെഹമ്യാവിൻ്റെ ഈ പുസ്തകങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ കൈകളിലൊക്കെ ഏന്തി തന്നിരിക്കുന്നത്. ആ നിലയിലുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുവാൻ ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. അവസാനമായിട്ട് ചിന്തിക്കുന്നത്, Nehemiah was a person who cared enough to volunteer. രാജാവിനോട് ഈ യെരുശലേമിന്റെ അവസ്ഥ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തൻ്റെ ഔദ്യോഗിക പൊസിഷനിൽ നിന്നും തനിക്കൊരു അവധി കൊടുക്കണമെന്ന് രാജാവിനോട് അപേക്ഷിച്ചു. നല്ലവനായ അർത്ഥസൃഷ്ട രാജാവ് തൻ്റെ ആവശ്യം എന്താണെന്ന് തന്നോട് ചോദിച്ചു. ആ രാജാവിൻ്റെ ഹൃദയം പോലും അലിയുവാനും താൻ അപേക്ഷിക്കുന്ന അവധി ഒരു ജെനുവിനായിട്ടുള്ള റിക്വസ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കി, എത്ര സമയം നിനക്ക് വേണം, ആ സമയം വരെയും നീ അവധിയെടുത്ത് നിന്റെ ശുശ്രൂഷയ്ക്കായി നീ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ ഒരു രാജാവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്താണ് അതിന് പിന്നിലുള്ള കാരണം? നെഹമ്യാവിൻ്റെ ഹൃദയം ദൈവമുമ്പാകെ പരിശുദ്ധമായിരുന്നു. തൻ്റെ ആവശ്യം എന്നുള്ളത് ഏറ്റവും പാവനത ഉള്ള ഒരു റിക്വസ്റ്റ് ആയിരുന്നു. ദൈവത്തോട് പ്രാർത്ഥിച്ച്, ദൈവത്തോട് തൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം അവതരിപ്പിച്ച് താനായിരുന്ന ആ സ്ഥാനമാനങ്ങളിൽ നിന്ന് തനിക്കൊരു റിലാക്സേഷൻ നൽകി ദൈവജനത്തിൻ്റെ ഉദ്ധാരണത്തിനായി, ദൈവിക ആലയത്തിൻ്റെ ഉദ്ധാരണത്തിനായിട്ട് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു നേതാവ്, ദൈവം എഴുന്നേൽപ്പിച്ച ഒരു നേതാവ് കാണുവാനായിട്ട് കഴിയും. കേവലം 52 ദിവസങ്ങൾ കൊണ്ട് യെരുശലേമിന്റെ മതിലുകളും വാതിലുകളും പുനഃപ്രതിഷ്ഠിച്ചതായിട്ട് നമ്മൾ തുടർന്നുള്ള അധ്യായങ്ങളിൽ വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. 50 ദിവസം കൊണ്ടെന്നാണ് ഞാൻ വായിച്ചത്. 50 വർഷങ്ങൾക്ക് ശേഷം 50,000 യഹൂദന്മാരുടെ സഹായത്തോടുകൂടെ ഈ മതിലുകളും ഭിത്തികളും വാതിലുകളും ഒക്കെ പുതുക്കി പണിയുവാനായിട്ട് ഈ നെഹമ്യാവിന് കഴിഞ്ഞു എന്ന് കാണുവാനായിട്ട് കഴിയും. അവിടെ പറയുന്ന ചില വാക്യങ്ങൾ നമുക്ക് ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നു. അവിടെ നമ്മൾ പറഞ്ഞത് 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, രാജാവ് എന്നോട് നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിന് തിരുവള്ളമുള്ള ഉണ്ടായി അടിയന് തിരുമുമ്പിൽ ദയ ലഭിച്ചു എങ്കിൽ അടിയനെ യഹൂദയിൽ എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിന് ഒന്ന് അയക്കണമേ എന്ന് ഉണർത്തിച്ചു. 8-ാം വാക്യത്തിന്റെ അവസാനത്തെ ഭാഗം നോക്കിയാട്ട്, എൻ്റെ ദൈവത്തിൻ്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് രാജാവ് അത് എനിക്ക് തന്നു. 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം നോക്കിയാട്ടെ, എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവർ നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ നാം നല്ല പ്രവൃത്തിക്കായി
അന്യോന്യം ധൈര്യപ്പെടുത്തി. 20-ാം വാക്യം, അതിന് ഞാൻ അവരോട് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും എന്ന് പറയുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശേഷമാണ് നെഹമ്യാവിൻ്റെ ജീവിതം എന്നുള്ളത്. നെഹമ്യാവിൻ്റെ വിശ്വാസം, അവൻ്റെ അനുസരണം, അവൻ്റെ സമർപ്പണം, ആത്മഭാരം, ദൈവത്തിലുള്ള വിശ്വസ്തതയും. എത്രയോ പ്രതികൂലങ്ങളാണ് ഈ ആലയം പണിപ്രതിഷ്ഠയ്ക്ക് വേണ്ടി നെഹമ്യാവ് ഇറങ്ങിത്തിരിച്ചപ്പോൾ ഉണ്ടായി. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ സകല വെല്ലുവിളികളെയും തരണം ചെയ്ത് ഒരു വിജയം കാണുവാനായിട്ട് നെഹമ്യാവിനും തൻ്റെ സഹഭൃത്യന്മാർക്കും കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നത്. പഴയ നിയമ പുസ്തകത്തിലേക്ക് ഓരോ താളുകൾ മറിക്കുമ്പോൾ, ഓരോ പുസ്തകങ്ങൾ അധ്യായങ്ങൾ മറിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നത് ഇതുപോലെ തന്നെയുള്ള അനേക വിശുദ്ധന്മാർ, ദൈവീകമായ ദൈവം എഴുന്നേൽപ്പിച്ച പുരുഷന്മാർ ഈ കാര്യങ്ങൾക്ക് വേണ്ടി മുൻതിരിച്ചതുകൊണ്ട് അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാനും അവരോട് കൂടെ ഉണ്ടായിരുന്ന സഹോദരവർഗം അനുഗ്രഹിക്കപ്പെടുവാനും ഇടയായിത്തീർന്നു. പ്രത്യേക അബ്രഹാമിൻ്റെ വിശ്വാസം, അബ്രഹാമിൻ്റെ കരുതല് ലോത്തിനെ സോദോമിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു നമുക്ക് വായിക്കാറുണ്ട്. അതുപോലെ തന്നെ മോശയുടെ കരുതൽ നിമിത്തം ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്നും വിടുവിക്കുവാനിടയായി എന്ന് നമ്മൾ വായിക്കാറുണ്ട്. ദാവീദിന്റെ കരുതലും അവന്റെ പ്രാർത്ഥനയും നിമിത്തം ഒരു ദേശത്തെയും മാത്രമല്ല രാജഭരണത്തെയും ദൈവത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. എസ്തേർ തന്റെ ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ഒരു കരുതലും പ്രയത്നവും കൊണ്ട് തന്റെ ദേശത്തെ ഉദ്ധാരണത്തിലേക്ക് നയിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പുതിയ നിയമ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന്റെ കരുതലും നിയോഗവും നിമിത്തം റോമാ സാമ്രാജ്യം മുഴുവനും സുവിശേഷം പ്രചരിപ്പിക്കുവാനായിട്ട് തനിക്കിടയായി എന്ന് കാണുവാനായിട്ട് കഴിയും. എൻ്റെയും നിങ്ങളുടെയും അരുമരക്ഷകനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ ത്യാഗമരണവും തൻ്റെ പിതാവായ ദൈവത്തോടുള്ള അനുസരണവും നിമിത്തം തൻ്റെ ജീവിതം കാൽവറി ക്രൂശിൽ അർപ്പിച്ച് തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും സൗജന്യമായി സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി ചേർത്തു. പ്രിയ സഹോദരന്മാരെ, ഇതുപോലുള്ള അത്ഭുത പുരുഷന്മാരുടെ പട്ടികയിലൊന്നും എൻ്റെയും നിങ്ങളുടെയും പേരുകൾ ചേർക്കപ്പെട്ടിട്ടില്ല. അതുപോലെ പ്രവർത്തിക്കുവാനായിട്ട് കഴിയില്ല എങ്കിലും ഏതെങ്കിലും നിലയിൽ നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ ഇതുപോലുള്ള ഒരു സാക്ഷ്യം നമുക്ക് പറയുവാൻ നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ കഴിഞ്ഞിരുന്നു എന്ന് ഈ നെഹമ്യാവിൻ്റെ പുസ്തകം പഠിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഈ ആയിരിക്കുന്ന സ്ഥിതിവിശേഷത്തിലും നമ്മുടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നമുക്ക് ഇടയായിത്തീരും. നമ്മൾ ജോലി രാജിവെക്കേണ്ട കാര്യമില്ല, അതിനുവേണ്ടി അവധിയെടുത്ത് പോകേണ്ട കാര്യമില്ല. എനിക്ക് വേണ്ടി നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അനേക ദൈവദാസന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അവരെ വിളിക്കുവാനും അവരുടെ ക്ഷേമം അന്വേഷിക്കുവാനും അവരായിരിക്കുന്ന അനുഭവങ്ങളിൽ ക്ലേശങ്ങളിൽ അവർ ഭാഗഭാക്കായി തീരുവാനായിട്ട് സാമ്പത്തികമായും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും വിലപിക്കുവാനും അവർക്ക് ആവശ്യമായിട്ടുള്ള ക്ഷേമത്തിന് വേണ്ടി നമ്മളാലാവത് നമുക്ക് ചെയ്യുവാൻ നമുക്ക് യഥാർത്ഥമായിട്ട് കഴിയും. അതിനാണ് എനിക്കും നിങ്ങൾക്കും നെഹമ്യാവിനെ പോലുള്ള ഒരു ഔദ്യോഗിക പൊസിഷൻ അഥവാ സുഖലോലുപത ഈ രാജ്യത്ത് കടന്നു വന്ന് കുടുംബമായി വ്യക്തികളായിട്ട് സിംഗിളായിട്ടൊക്കെ താമസിച്ച് നമുക്ക് തരുന്ന നന്മകളുടെ ഒരംശം ഇതുപോലുള്ള കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി അഭിവൃദ്ധിക്കായി പ്രവർത്തിക്കുന്ന അനേക ദൈവ മക്കളെ സഹായിക്കാനും അവരുടെ ക്ഷേമം അന്വേഷിക്കുവാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും നമുക്കിടയായി തീരട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാൻ, അവരുടെ കഷ്ടങ്ങളിൽ പ്രയാസങ്ങളിൽ ഒത്താശ നൽകുവാൻ, സഹായിപ്പാൻ, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കരയുവാൻ, പ്രാർത്ഥിക്കുവാൻ, തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, പ്രവർത്തിക്കുവാനൊക്കെ ദൈവം ഇന്നും ആൾക്കാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ആ നിലയിലുള്ള ഒരു ജീവിതം നയിക്കുവാൻ ഇന്നത്തെ ഈ ചെറിയ ചിന്ത മൂലം നമുക്കെല്ലാവർക്കും ഇടയായി തീരട്ടെ. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്? പ്രാക്ടിക്കലായിട്ടുള്ളത് സഭയായിട്ട് നമ്മൾ ഏക ഹൃദയത്തോടുകൂടെ ഏക ആത്മാവോടുകൂടെ ഒരേ അപ്പൻ്റെ മക്കൾ എന്ന നിലയിൽ ഐക്യതയോടുകൂടെ സന്തോഷത്തോടുകൂടെ ന്യായശാസ്ത്രിയോട് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞതുപോലെ ഒരു കൂട്ടുകാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ആ നിലയിലുള്ള സ്നേഹത്തിൽ നിലനിന്നാൽ മാത്രമേ ഈ നിലയിലുള്ള
നെഹമ്യാവിൻ്റെ അനുഭവമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് കഴിയുള്ളൂ. ആ നിലയിലുള്ളൊരു ജീവിതം നയിക്കുവാൻ നമുക്ക് ഐക്യതയോടുകൂടെ നമ്മുടെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും പറഞ്ഞ് പരിഹരിച്ച് ഒരു സഭയായി ഡാളസ് ബ്രദറൻ അസംബ്ലിയിലുള്ള ഒരു സഭാ അംഗം ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ മാത്രമേ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ചുക്കാൻ പിടിക്കുവാനായിട്ട് കഴിയുള്ളൂ. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു എലിജിബിലിറ്റി എന്നുള്ളത് ഐക്യതയാണ്, ആത്മാവിൻ്റെ ഐക്യമാണ്. അതാണ് നമ്മുടെ കർത്താവ് ന്യായശാസ്ത്രിയോട് പറഞ്ഞത്, നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനും ശമരക്കാരൻ ആ മനുഷ്യനെ ശുശ്രൂഷ ചെയ്തതുപോലെ കരുണ കാണിച്ചതുപോലെ അവന് സേവ ചെയ്തതുപോലെ സേവ ചെയ്യുവാനും ഇടയായി തീരുകയുള്ളൂ. ആ നിലയുള്ള ഒരു ഹൃദയം എന്നിൽ നിങ്ങളും ഉണ്ടാകട്ടെ. അതിനായി നമ്മുടെ കർത്താവിന് മുമ്പാകെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവമുമ്പാകെ സമർപ്പിക്കാം. കഴിഞ്ഞ നാളുകളിൽ ഈ നിമിഷം വരെയും ആ നിലയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്റേക്കും നിനക്കും ഉണ്ടായിട്ടില്ലെങ്കിൽ ദൈവമുമ്പാകെ നമ്മുടെ കുറവുകളെ ഏറ്റുപറയാം. ദൈവമുമ്പാകെ നമ്മുടെ കുറവുകളെ ഏറ്റുപറയുമ്പോൾ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് ദൈവം നമ്മളെ ഏറ്റവും ശ്രേഷ്ഠകരമായ വേലയ്ക്കായിട്ട് ഉപകരിക്കും എന്നുള്ളതാണ് നെഹമ്യാവിൻ്റെ അനുഭവം. ആ നിലയുടെ അനുഭവം ഉണ്ടായി. അവസാനം ഞാനും നിങ്ങളും ഇന്നും നാളെയുമായി ഈ ലോകം വിട്ടു പോകും. അപ്പോൾ ഒരു നാൾ നമ്മൾ കർത്താവിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ എന്നോടും നിങ്ങളോടും അവൻ കണക്ക് ചോദിക്കുമ്പോൾ നിനക്ക് തന്ന അനുഭവങ്ങൾ, നിനക്ക് തന്ന സുഖലോലുപതയുടെ നിമിഷങ്ങൾ നീ എങ്ങനെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തി? മറ്റുള്ളവരെ സഹായിക്കുവാൻ, കരുണ കാണിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, കരയുവാൻ ഒക്കെ നമുക്ക് അനുഭവം തന്നിട്ടും അവസരം തന്നിട്ടും നമ്മൾ പ്രയോജനപ്പെടുത്താതെ ജീവിക്കുമ്പോൾ, അന്യോന്യം പോരടിച്ചും ഭിന്നാഭിപ്രായങ്ങൾ പറഞ്ഞും നമുക്ക് നൽകി തന്നിരിക്കുന്ന ശ്രേഷ്ഠകരമായ ഗുണങ്ങൾ അത് പ്രയോജനപ്പെടുത്തുവാൻ കഴിയാതെ നമ്മൾ ജീവിച്ചു പോയാൽ അവസാനം നമ്മുടെ നിരാശയുടെ നമുക്ക് ലഭിക്കേണ്ട അനേക പ്രതിഫലങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ട് നമ്മുടെ ഹൃദയവും നമ്മുടെ ശിരസ്സും നമുക്ക് മറ്റുള്ളവർ മുമ്പാകെ താഴ്ത്തപ്പെടുവാൻ ഇടയായിത്തീരും. അതിനിടയാകാതെ നമുക്ക് തന്നിരിക്കുന്ന 1, 2 ദിവസങ്ങൾ, വർഷങ്ങൾ, മാസങ്ങൾ നമ്മുടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ഇന്നത്തെ ഈ വചന കഴിവ് മൂലം നമ്മളെല്ലാവരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇടയാക്കി തീർക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും കൂടെ എൻ്റെ ശുശ്രൂഷയിൽ നിന്നും ഞാൻ വിരമിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മളെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.